നമസ്കാരം. സിവിൽ സർവീസ് കോച്ചിങ്ങിന് വേണ്ടി മാത്രം പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഒരു പുസ്തകം എന്ന നിലയിൽ കോമ്പറ്റീഷൻ സക്സസ് റിവ്യൂ വളരെ ഫേമസ് ആണ്. അതിൽ പലപ്പോഴും മതിലിൽ പേസ്റ്റ് ചെയ്യാനുള്ള പോസ്റ്ററുകൾ വരാറുണ്ട് ഫ്രീ ആയിട്ട്. അതിലൊന്നായിരുന്നു എനിവേ പ്രിൻസിപ്പിൾ എന്നത്. വർഷങ്ങളോളം ഞാൻ ഡയറിയിൽ സൂക്ഷിച്ചു വെച്ചു, ഫോട്ടോഗ്രാഫ് എടുത്ത് പ്രിൻ്റ് എടുത്ത് മതിലിലൊട്ടിച്ചു ഒക്കെ നടന്ന ഒരു സാധനത്തിൽ ഒരു വാചകം, ദ ഇയേഴ്സ് യു ബിൽഡ് മേ ബി ഡിസ്ട്രോയിഡ് ഓവർ നൈറ്റ് എന്നതായിരുന്നു. നമ്മൾ വർഷങ്ങളെടുത്ത് പ്രയത്നിക്കുന്ന ഒരു കാര്യം ഒരു രാത്രി കൊണ്ട് നശിപ്പിക്കപ്പെടാം, എന്നാലും നിർമ്മിച്ചു കൊണ്ടിരിക്കണം എന്നതാണത്. വെനസ്വേലയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. മറിയ കൊറീന മച്ചാഡോ എന്ന നോബൽ സമ്മാനം നേടിയ, സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തി കഴിഞ്ഞ 10-30 വർഷമായി മനുഷ്യാവകാശ പ്രവർത്തനം നടത്തി വരുന്നതാണ് അവിടെ. നിക്കോളാസ് മഡൂരോ എന്ന സ്വേച്ഛാധിപതിയായ ഒരു ഭരണകർത്താവിനെ ട്രംപ് ഭരണകൂടം കടത്തിക്കൊണ്ടുപോയതോടുകൂടി അയാൾ സാമ്രാജ്യത്വ വിരുദ്ധ പോരാളിയായി ചിത്രീകരിക്കപ്പെടുകയാണ്. അയാൾക്കെതിരെ ചെയ്തു വന്ന എല്ലാ പ്രവൃത്തികളും അതോടുകൂടി അപ്രസക്തമാവുകയാണ്. ഇതുപോലെ തന്നെയാണ് ആലപ്പുഴ ഡയാലിസിസ് സെൻ്ററിൻ്റെ കേസ്. വർഷങ്ങളെടുത്ത് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു ഡയാലിസിസ് സെൻ്റർ അടച്ചുപൂട്ടപ്പെടുന്നു. അവിടെ നിന്ന് രോഗികളെ മാവേലിക്കരയിലേക്ക് അയക്കുന്നു. പ്രോപ്പറായി ചികിത്സ കിട്ടാതെ ആൾക്കാർ മരിക്കുന്നു. ആൾക്കാർ മരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ മേലിലും ഉദ്യോഗസ്ഥരുടെ മേലിലും കെട്ടിവയ്ക്കാൻ പോലീസ് നിർബന്ധിക്കപ്പെടുന്നു. സമരം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആലോചിച്ചു മാത്രം ചെയ്യണമെന്നാണ് അഭിപ്രായം. കൊല്ലത്തെ ഇതുപോലൊരു കേസായിരുന്നു വേണുവിൻ്റേത്. റീനൽ ഫെയിലിയറുള്ള, കിഡ്നി ട്രബിളുള്ള ഒരാൾക്ക് ആൻജിയോഗ്രാം ചെയ്യില്ല. വേണു 6 ദിവസത്തെ അനാസ്ഥ കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു, വൈറലായി. പക്ഷേ കാര്യമറിയാതെ കേരളത്തിലെ മൊത്തം രാഷ്ട്രീയക്കാരും വേണുവിൻ്റെ മരണത്തിനെ അപലപിച്ചുകൊണ്ട് സമരം ചെയ്തു. ആശുപത്രികളിൽ പോയിരുന്ന് പ്രതിഷേധം അറിയിച്ചു. തെറ്റാണ്. താങ്ക് യു.